വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 46ൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ശോഭയുടെ ബാഗ് ഡ്രസ്സിങ് റൂമിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി എന്ന് നൂറയും ആദിലയും അനുമോളൊക്കെ പറയണേ ഇതിനെ ഒളിപ്പിച്ച് വെക്കാൻ പോകണം. അവരൊരു ശ്രദ്ധ ഇല്ലാണ്ട് ജിസയിൽ കൊണ്ടുപോയിട്ടേക്കാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോളും ആദിലയും പറയുന്നുണ്ട് അങ്ങനെ മോഷ്ടിച്ച് വെച്ചാൽ മീൻസ് ഒളിപ്പിച്ച് വെച്ചാൽ നിനക്ക് സ്റ്റാർ കിട്ടില്ല, നീ പോയി പറയണം ഇന്ന മാതിരി കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ നോറ പറയുകയാണ് ഇല്ല ഇത് ഞാൻ ഒളിപ്പിച്ച് വെക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ ശോഭ എൻ്റെ ബാഗ് കാണാനില്ല, ഞാൻ ഇന്നലെ ഡ്രസ്സിങ് റൂമിൽ വെച്ചാണ്, ഇവിടെ വെക്കാൻ വിശ്വാസമില്ലാണ്ടാണ് ഡ്രസ്സിങ് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ ഒന്നും കാണാനില്ല, അതിൽ ഡയമണ്ടിൻ്റെ കല്ലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയണേ. എന്നിട്ട് നീ വീട്ടിൽ നോക്കിയിട്ട് പറയണ്ടേ എനിക്ക് നിന്നെയാണ് സംശയം, നീ മോഷ്ടിച്ചോ എന്നുള്ള സംശയമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഷാനവാസ് അനീഷ് ബെഡ്റൂം ഏരിയ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ അക്ബറും റനയും അതായത് അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് വന്ന് പറയുകയാണ് വെസൽ ക്ലീനിങ് കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഓൾറെഡി നിറയെ ജോലിയുണ്ട്, അപ്പോൾ ജോലിക്കിടയിൽ ഇങ്ങനെ ഓരോ ജോലിയായിട്ട് തന്നുകൊണ്ടിരുന്നാലെന്ന് പറയുമ്പോൾ റന പറയുന്നുണ്ട് അത് 10 മിനിറ്റ് ഇത് ക്ലീൻ ചെയ്യാൻ 10 മിനിറ്റ് അത് ക്ലീൻ ചെയ്യാൻ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാലോ എന്നൊക്കെ രീതിയിൽ റന വന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ലക്ഷ്മി വന്ന് ബെഡ്റൂമൊക്കെ നന്നായി തെരഞ്ഞ് നൂറ ഒളിപ്പിച്ച് വെച്ച് അവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് പോകുന്നുണ്ട്. അതിനിടയിൽ ശോഭ ബാഗ് ഡയമണ്ട് ഇതൊന്നും കാണാനില്ലാണ്ട് മയങ്ങി വീഴുന്നുണ്ട്, ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് കോച്ചായിട്ട് അവിടെ നിവീനെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നിവീൻ ഓരോരുത്തരായിട്ട് കൺസൾട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് റിയാസ് സലീമിൻ്റെ എൻട്രി ഗസ്റ്റായിട്ട്. അപ്പോൾ കയറി വരുമ്പോൾ വന്നിട്ട് തന്നെ ഫസ്റ്റ് തന്നെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ലക്ഷ്മിനോട് ചോദിക്കട്ടെ എന്നോട് സംസാരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് സാർ എന്ത് വേണമെങ്കിലും വീഡ് ചെയ്താൽ എനിക്ക് എന്താ പ്രശ്നം, എനിക്ക് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ റിയാസ് പറയുന്നുണ്ട് മറ്റുള്ളവരോട് റെസ്പെക്റ്റ്ഫുള്ളായി സംസാരിക്കാൻ ആദ്യം പഠിക്കണം, മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം എന്നാലേ തിരിച്ചു കിട്ടുള്ളൂ അങ്ങനത്തെ രീതിയിലൊക്കെ റിയാസ് സംസാരിക്കുന്നുണ്ട്. പിന്നെ കാണിച്ചത് റിയാസിനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവിടെ കുറച്ച് പേരുണ്ട്, ഞാൻ ടാക്സിയിൽ വരുന്ന സമയത്ത് ടാക്സിക്കാരൻ എന്നോട് പറഞ്ഞു കുറച്ച് പേര് ഭയങ്കര ജഡ്ജ്മെൻറ്റിലാണ്, അനു എന്ന് പറഞ്ഞ ആളൊക്കെ കുറച്ച് ഡ്രസ്സ് ഇടുന്നവർ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്ത് സംസാരിക്കുന്നു, വളരെ മോശമാണ് ഇത്, എല്ലാവരുടെയും പാട്ടാണ് ഇതൊക്കെ എന്നുള്ള രീതിയിലൊക്കെ ആദ്യം തന്നെ അനുവിനെ ചൊറിയാൻ നോക്കുന്നുണ്ട്. ഫസ്റ്റ് ലക്ഷ്മിനെ ചൊറിഞ്ഞു, അടുത്തായിട്ട് അനുവിനെ ചൊറിയാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷിയാസും ശോഭയും പോകാനുള്ള സമയമായി. അതിന് മുമ്പ് തന്നെ ടിപ്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് ടിപ്സൊക്കെ കൊടുത്തിട്ട് പോകാനുള്ള സമയമായിട്ട് ഷിയാസ് ഫസ്റ്റ് ഇറങ്ങി പോയിട്ടോ താങ്ക് യു ബിഗ് ബോസ്. കാരണം ഷിയാസ് പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, കാരണം എല്ലാവരും എനിക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്, പക്ഷേ അനുവിൻ്റെ അടുത്ത് കൂടെ അനു എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയാണ്, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ഇവിടെ എന്തായാലും പറയാൻ പറ്റുന്നില്ല, ഞാൻ എത്ര നേരം ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കും, എനിക്കതിന് കഴിയുന്നില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനാണ് തോന്നണേ എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് വന്നതും ഷിയാസ് ഇറങ്ങി നിന്നു. പക്ഷെ ശോഭ ഇറങ്ങുന്നില്ല. ശോഭ അതിനുശേഷം കുളിക്കാൻ പോകുന്നു, ഡ്രസ്സിങ് ചെയ്യുന്നു, ഒരു 1 hour ആയിട്ടാണ് ഇറങ്ങുന്നത്. 4 പ്രാവശ്യമെങ്കിലും ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ശോഭ നിങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയം എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുന്നു. ശോഭ ഇറങ്ങുന്നില്ല. ശോഭ പതുക്കെ നിന്നിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് റിയാസ് അവിടെ നിൽക്കുന്നുണ്ട്, എല്ലാവരോടും സംസാരിക്കുന്നു, ഹൗസൊക്കെ കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ GM അതായത് ലക്ഷ്മി അപ്പുറത്തൂടെ പോകുന്നുണ്ട്. പോണ സമയത്ത് റിയാസ് വിളിക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ടോ, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങളുടെ സ്റ്റാഫ് ചെയ്ത് തരുന്നുണ്ടോ എന്ന് GM അന്വേഷിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ GM അതായത് ലക്ഷ്മി പറയുന്നുണ്ട് 2 minutes ഞാൻ ഇപ്പോൾ വേറൊരു കാര്യത്തിന് പോവുകയാണ്, ഞാൻ വന്നിട്ട് സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ റിയാസ് പിന്നാലെ പോയിട്ട് ഒരാളെ റെസ്പെക്റ്റ് ചെയ്യണം, ഞാൻ ഇവിടുത്തെ ഗസ്റ്റാണ്, ഗസ്റ്റിനോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുക എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് ലക്ഷ്മിനോട്. റിയാസ് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം ആദ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ 2 minutes കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞല്ലോ, ഞാൻ വേറൊരു കാര്യത്തിന് പോവുമായിരുന്നില്ലേ, അങ്ങനെയല്ല
ഗസ്റ്റിനോട് അങ്ങനെയാണോ പെരുമാറേണ്ടത്, ഗസ്റ്റ് വിളിച്ചാൽ വരണ്ടേ, എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ടോ, എനിക്കെല്ലാം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ റെന ഫാത്തിമ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അത് കിട്ടുന്നുണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്കെന്തായാലും നിങ്ങളുടെ അടുത്ത് നിന്നൊന്നും പഠിക്കാനില്ല, ആ പഠിപ്പ് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നിവീനും റിയാസും ചേർന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നിവിന് പുറത്തുള്ള വിഷയം എന്തോ അറിയണം, അതിന് വേണ്ടിയിട്ട് റിയാസിൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യം അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ പോയി സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്താ സംസാരിച്ചതെന്ന് നമുക്ക് എപ്പിസോഡിൽ കാണിക്കുന്നില്ല. അതിനുശേഷം ഓണിയൽ കിച്ചണിലെ വെസലുകളൊക്കെ എടുത്തിട്ട് പോയിട്ട് പറയുന്നുണ്ട് ഇത് പെട്ടെന്ന് എനിക്ക് ക്ലീൻ ചെയ്ത് തരണം, എന്നാലും ഞങ്ങൾക്ക് നെക്സ്റ്റിലേക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിനോട് റെന ഫാത്തിമ പറയുന്നുണ്ട് നിങ്ങൾ വെസൽ ടീമല്ലേ, വെസൽ ക്ലീൻ ചെയ്ത് വെക്കണം എന്നൊക്കെ റെന ഫാത്തിമ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇന്നലെ ഞങ്ങളാണ് ചെയ്തത്, പക്ഷേ ഇന്ന് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഹൗസ് കീപ്പിംഗ് അല്ലേ, ഹൗസ് കീപ്പിംഗ് ആൾക്കാരുടെ പണിയാണ്, വെസലും കൂടെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഹൗസ് മെയ്റ്റ്സിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ആയിരിക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഷാനവാസിനും അനീഷിനാണ്. എല്ലാ ജോലിയും അവർ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഹൗസ് ക്ലീൻ ചെയ്യൽ, വെസൽ ക്ലീൻ ചെയ്യൽ, വെസൽ കുറച്ചൊന്നുമല്ലല്ലോ, ഗസ്റ്റിന് പ്രത്യേകിച്ച് ഉണ്ടാക്കും, പിന്നെ ഹൗസ് മേറ്റ്സിനുള്ളത് വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഹൗസ് ക്ലീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൗസ് തന്നെ ക്ലീൻ ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിനുള്ള ബെഡൊക്കെ സെറ്റാക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ കൂടെ വെസലും കൂടെ വരുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ എന്താ പറയുക പട്ടിപ്പണി എടുക്കുന്നത് അവർ രണ്ടുപേരാണ്. എന്നിട്ട് പിന്നെ ആര്യനോട് കഴുകാൻ പറയണം. ഇന്നലെ വന്ന ഗസ്റ്റ് പറഞ്ഞാണ് ഞങ്ങളെ സഹായിക്കാൻ, ആര്യൻ പാത്രം കഴുകണമെന്ന് പറഞ്ഞാണെന്ന് പറയുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ കഴുകിയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട് നീ എന്ത് കഴുകി, ആകെ 2 പാത്രം, ഒരു 100% പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെറും 10% മാത്രം നീ കഴുകിയിട്ട് ഞാൻ പാത്രം കഴുകിയെന്ന് പറഞ്ഞിട്ടല്ലേ വന്ന്. തിരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ 4 കപ്പ് മാത്രം കഴുകി വെച്ചിട്ടുണ്ട്, ഒന്നും നീ കഴുകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഞാൻ കഴുകിയതാണ്, ഞാനൊരു ഹ്യൂമാനിറ്റി ബേസിലാണ് നിങ്ങളെ സഹായിച്ചത്, എനിക്കിവിടെ സഹായിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ക്യാരക്ടർ ഗസ്റ്റാണ് ഇവിടെ, അതായത് ഓണറുടെ മോളുടെ ബോയ് ഫ്രണ്ടാണ്, എനിക്കിവിടെ പാത്രം കഴുകേണ്ട ആവശ്യമില്ല എൻ്റെ ഇതിലാണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗസ്റ്റ് പറഞ്ഞതാണല്ലോ ഹെൽപ്പ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് നീ ആരാടാ, നീ പുറത്തുള്ളവനല്ലേടാ, ഇത് ഞങ്ങൾ വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള സംസാരം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഗസ്റ്റ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒച്ചപ്പാടിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ബിഹേവ് യുവർ സെൽഫ്, ഇവിടെ ഗസ്റ്റ് ഇരിക്കണുണ്ടല്ലേ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ വഴക്കിടണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഗസ്റ്റിനോട് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സംസാരിക്കുന്നത് ഓക്കെ, അതല്ലല്ലോ നിങ്ങൾ ഗസ്റ്റിന് മുന്നിൽ വെച്ചിട്ട് വഴക്കിടുകയല്ലേ ചെയ്യണമെന്ന് പറയുമ്പോൾ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് അനീഷ് പറയുന്നത് അറിയാലോ, പിന്നെ ആര്യൻ പാത്രം കഴുകിയിട്ടില്ല, ആര്യൻ വന്ന നാൾ മുതൽ പാത്രം കഴുകൂല, വെറുതെ പാത്രം കഴുകിയെന്നും പറയുകയാണ്, വെറുതെ കപ്പ് മാത്രം വെച്ചിട്ട് ഇരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ അനീഷ് ആര്യനെ പറയുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് അവസാനം റിയാസ് അനീഷ് പോകുന്നൊക്കെ ഉണ്ട്, അത് ലൈവിലാണ് കാണിച്ചത്, ഇതിൽ കാണിച്ചിട്ടില്ല, എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പിന്നെ അടുത്തായി കാണിച്ചത് GM അതായത് ജനറൽ മാനേജർ സ്റ്റാർ വിതരണമാണ്. അപ്പം ഓരോരുത്തർക്ക് സ്റ്റാർ കൊടുക്കുമ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർ വിതരണത്തിൽ അനുവിന് സ്റ്റാർ കൊടുക്കുമ്പോൾ ജിസയിൽ അനു എന്ത് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റാർ കൊടുക്കുന്നത്, അനുവിന് വർക്ക് ചെയ്തവർക്ക് സ്റ്റാർ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അതൊരു പ്രശ്നം ഉണ്ടാക്കി. അതിന് പിന്നെ ഷാനവാസിന് 2 സ്റ്റാറും ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് അനീഷിന് 1 സ്റ്റാറുമാണ് കൊടുത്തത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇന്നലത്തെ വെച്ചിട്ടല്ല ഇന്നത്തെ വർക്ക് വെച്ചിട്ടാണ് ഇന്ന് സ്റ്റാർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴും ഇല്ല, ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളിവിടെ സമരമൊക്കെ ചെയ്തില്ല, അപ്പോൾ നിങ്ങൾക്ക് 1 സ്റ്റാറേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഷാനവാസിന് 2 സ്റ്റാർ കൊടുത്തതിന് ഓണിയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു ഗസ്റ്റ് വന്നിട്ട് ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് വഴക്കുണ്ടാക്കിയ ആൾക്ക് എന്തിനാ 2 സ്റ്റാർ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണിയലിന് സ്റ്റാർ കൊടുക്കുന്നുണ്ട്, സ്റ്റാർ കൊടുത്തിട്ട് തിരിച്ച് വാങ്ങുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ലക്ഷ്മി ഒറ്റയ്ക്ക് എടുത്തതാണ്. അതായത് സ്റ്റാർ കൊടുക്കൽ ഗസ്റ്റും ഓണറുടെ മോളും GM അതായത് ജനറൽ മാനേജറും ചേർന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ലക്ഷ്മി മാത്രം തീരുമാനിച്ചിട്ട് ഓണിയലിന് കൊടുത്താണ്, ഓണിയലിനെല്ലാം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. എന്നിട്ട് അഭിലാഷിന് വർക്ക് ചെയ്ത് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇത് ഒരാൾക്ക് കൊടുത്തിട്ട് തിരിച്ച് വാങ്ങിച്ചിട്ട് എനിക്കൊരു സ്റ്റാറിൻ്റെ ആവശ്യമില്ല, എനിക്ക് തരേണ്ടത് എനിക്ക് തന്നാൽ മതി പറഞ്ഞിട്ട് തിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയേണ്ട അതൊന്നും പറ്റില്ല, എന്താ ഫ്രണ്ടായതുകൊണ്ടാണ്, ഇത് ഞങ്ങളുടെ തീരുമാനമാണെന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്ക് വേണ്ട പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ വീണ്ടും നൂറനെ വിളിച്ചിട്ടും അഭിഷേകിനെ വിളിച്ചിട്ടും വീണ്ടും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേക് പറഞ്ഞു ഒരു പണി എടുക്കാതെ ഈ ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ച്, ഒരു പണിയല്ല ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് ബാഡ് ബിഹേവിയർ ചെയ്ത് വഴക്കൊക്കെ ഉണ്ടാക്കി എനിക്ക് 2 സ്റ്റാറും ഇത്രയും പണിയെടുത്ത് എനിക്ക് 1 സ്റ്റാറും എന്നൊക്കെ പറഞ്ഞു. ഇത് എനിക്ക് വാങ്ങണമെന്നില്ല, പക്ഷേ
ഞാൻ ഒരു പ്രശ്നമാക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അഭിലാഷ് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ റിയാസിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നതാണ്. ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ ആര്യൻ, ജിസേൽ, അനിമോൾ ചേർത്ത് നിർത്തിയിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. 3 പേരും തോളിൽ കൈയിട്ടിട്ട് ഒരു പിക്ക് എടുക്കണ പോലെ. അതൊരു ടാസ്ക്, സീക്രട്ടാണ്. ഇത് ഇവരോട് പറയാതെ ചെയ്യിക്കണം. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസിനോട് ഐ ലവ് മൈ ഡിയർ ഫ്രണ്ടിന് അനീഷ് പറയണം. മൂന്നാമത്തേത് ഏതെങ്കിലും 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ, അതായത് വ്യത്യസ്ത സമയങ്ങളിൽ കണ്ണാ തുമ്പി പോരാമോ ആ പാട്ട് പാടിക്കണം എന്നായിരുന്നു. ഇത് 3ആയിരുന്നു ടാസ്ക്. അപ്പം ഈ ടാസ്ക് നാളെ വേക്കപ്പ് സോങ് വരുന്നതിന് മുമ്പ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ, അതായത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ വേക്കപ്പ് സോങ്ങിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്താൽ വീട്ടുകാർക്ക് ഒരു നേട്ടവും, കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആര്യൻ GMനോട് പോയി സംസാരിക്കുകയാണ്. ജിഷിനും ഓണിയലും റിസഗ്നേഷൻ ചെയ്തു, പകരം ഞാൻ കിച്ചണിൽ കയറാം, എനിക്ക് ഹെൽപ്പറായിട്ട് ജിജയിലോ നൂറയോ വേണം, എനിക്ക് അതിൽ പ്രശ്നമല്ല, അവരങ്ങനെ ചെയ്തുകൊണ്ട് ഇനി വർക്ക് ചെയ്യില്ല എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും പറയുന്നുണ്ട്, അപ്പോൾ അക്ബറും GMും പറയുന്നുണ്ട് അത് ബിഗ് ബോസ് ഏർപ്പാടാക്കിയതല്ലേ, അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയണം എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാസ് അനീഷിനെ കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സിനിമയിൽ അവസരം തരാൻ, നിങ്ങൾ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ അഭിനയിക്കണം എന്ന് പറയണം. ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അനീഷിനെ കൊണ്ട് ഷാനവാസിനെ പറയിക്കാൻ. അനീഷ് അത് മാത്രം അല്ലാണ്ട് വേറെ എൻ്റെ നല്ല സുഹൃത്താണ്, ഐ ലൈക്ക് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഐ ലവ് മൈ ഡിയർ ഫ്രണ്ട് എന്നും പറയില്ല. ഒരുപാട് ബുദ്ധിമുട്ടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിനോട്. എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം ഇവനോട് പറഞ്ഞിരിക്കുന്നു, ഇവനെ ഒരു പ്രാവശ്യം പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ചാൻസൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് അനീഷ് അവസാനം പറഞ്ഞത് ഐ ലവ് മൈ ഡിയർ ഫ്രണ്ട് ഷാനവാസ് എന്നുള്ളത് പറഞ്ഞത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് റിയാസും അക്ബറും കൂടെ സംസാരിക്കുകയാണ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, സാറിൻ്റെ പ്ലാൻ എന്താണ് എന്നുള്ള രീതിയിൽ അക്ബർ റിയാസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിയാസ് പറയുന്നുണ്ട് ഇവിടെ ഒരു കാര്യം ചെയ്യണം, വേസ്റ്റൊക്കെ എടുത്തിട്ട് എല്ലാവരുടെയും പരത്തിയിടണം, ബെഡ്ഷീറ്റൊക്കെ വലിച്ചു വാരി ഇടണം, എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യിക്കണം, അത് ക്ലീൻ ചെയ്യിച്ചില്ലെങ്കിൽ നിങ്ങൾ വേറെ പണിക്കാരെ വെക്കണം, അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നുണ്ട്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ വരുന്നുണ്ട്. ആര്യനോട് റിയാസ് പറയുന്നുണ്ട് നീ ഇവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല, നീ പോയി ആ ബെഡ്ഷീറ്റൊക്കെ വലിച്ചു വാരി ഇടുക എന്ന് പറയുന്നുണ്ട്. പുറത്ത് നിവീനും ഇതുപോലെ അവരും വന്നിട്ട് വേസ്റ്റ് വലിച്ചു വാരി ഇടുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് അവരൊക്കെ കിച്ചണിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ വന്നിട്ട് പറയുന്നുണ്ട് എല്ലാ ബെഡ്റൂമൊക്കെ കിടക്കണം കോലം കണ്ടില്ലേ, പുറത്തൊക്കെ നോക്കും മൊത്തം വേസ്റ്റാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇത് ആരപ്പം ഇങ്ങനെ ആക്കിയെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഒന്നും മിണ്ടണ്ട, ഇത് നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് അവർ തന്നെ സ്വയം ചെയ്തതാണ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിണ്ടാണ്ട് ഈ പണിയെടുക്കുക, ഇതുകൊണ്ടൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മിണ്ടാതെ വർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇന്ന് ലൈവിൽ ഉണ്ടായിരുന്നത്. ഈ ഷാനവാസിനെ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ റിയാസ് ചെയ്യണത്. ബെഡ്ഷീറ്റ് വലിച്ചു വരിയിട്ട് ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കണം പറഞ്ഞു പുറത്തേക്ക് വേസ്റ്റൊക്കെ ഇടുന്നതൊക്കെ ഇന്നലെ ചെയ്തിട്ട് ഒന്നും നടന്നില്ല, അവർ ട്രിഗർ ആയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെയ്തത്. ഇന്ന് നല്ല രീതിയിൽ ഷാനവാസ് ട്രിഗർ ആയിട്ടുണ്ട്, ഗസ്റ്റിനെയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ വർക്കേഴ്സാണ്, അല്ലാണ്ട് ആരുടെ അടിമയല്ല, വർക്ക് ടൈം സ്റ്റാർട്ട് ചെയ്താലേ ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ നിങ്ങൾ വലിച്ചു വാരി ഇട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അടിമയല്ല എന്നുള്ള രീതിയിലൊക്കെ ഗസ്റ്റിനെയും എല്ലാവരും ഇട്ടിട്ട് പറയുന്നുണ്ട്. ആ സീനൊക്കെ ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞു പോയി. അടുത്തത് പിന്നെ കാണിക്കുന്നത് കിച്ചണിൽ. അപ്പം അതിനു മുമ്പ് ആദില റിയാസിനോട് ചോദിക്കുന്നുണ്ട് ആകെ കുറച്ച് പനീരല്ലോ, അപ്പോൾ കിച്ചണിലത്തെ ആൾക്കാരനെ കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞാൽ അതിലിത്തിരി കുറച്ച് ഉപ്പ് വാരി ഇടലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റിയാസിനോട് അനുവാദം ചോദിച്ചിട്ടാണ് അവിടെ പോയി ചെയ്യുന്നത്. ഓണിയൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തോ ചെയ്യുന്ന സമയത്ത് അതിൽ കുറേ ഉപ്പ് വാരി ഇടുന്നുണ്ട്. അപ്പോഴത്തേനും ഓണിയൽ ദേഷ്യം വന്ന് എന്ത് പണിയാണ് ഈ ചെയ്തത്, എന്നെ സംബന്ധിച്ചിടത്തോളം ആദിലയുടെ ക്യാരക്ടർ അതാണ്, ഓണറുടെ മോളാണ്, അഹങ്കാരിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതിനനുസരിച്ചിട്ട് തന്നെയാണ് ആദില അവിടെ ഇത് ചെയ്യുന്നത്. പക്ഷേ ആദില ഗസ്റ്റിനുള്ളതിലേ ചെയ്തിട്ടുള്ളൂ, 16 പേർക്ക് വേറെ ഉണ്ടാക്കണതിൽ ഇട്ടിട്ടില്ല. ഉപ്പ് വാരിയിടുന്ന് ഓണിയലിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ടും ആദില അത് ചെയ്തിട്ടില്ല. കുറച്ച് ഉപ്പിട്ടാണോ ഇതിൽ ചോദിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ വാരിയിടുന്നതാണ് കാണിക്കുന്നത്. ഒരു ഭാഗത്ത് കൂടെ അതിലെ ഉപ്പ് വാരിയാണ്, അപ്പുറത്തെ ഭാഗത്ത് ഗ്രീൻ ടീൻ്റെ പാക്കറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റിയാണ് ആര്യന്. സോ അവർക്ക് കിട്ടിയ ക്യാരക്ടർ അവർ കറക്റ്റായിട്ട് എന്താ പറയുക എന്നുള്ളത് ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ ഓണിയലിന് ദേഷ്യം വന്നിട്ട് പലതും വിളിച്ച് പറയുന്നുണ്ട്. ആര്യനോട് ആദിലയാണ് ചെയ്തതെങ്കിലും ആര്യനോട് ചെള്ളടിച്ച് പൊട്ടിക്കും, ഒരുപാട് കളിക്കാൻ, എന്താ പറയുക, ഫോട്ടോച്ചിക്കാരുടെ ആ ഭാഷയിലുള്ള സംസാരമായിരുന്നു. നീ ഒരുപാട് കളിക്കണ്ട, പിന്നെ ആര്യൻ്റെ തലയിൽ കൂടെ വെള്ളം ഒഴിക്കാനൊക്കെ പോകുന്നുണ്ട്. ഈ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗസ്റ്റും ആര്യനും ഇത് പറഞ്ഞിട്ട് ചിരിച്ച് സംസാരിച്ചതിനൊക്കെ അവളാണ് ചെയ്തെങ്കിലും നിന്നെയും പറയുള്ളൂ, കളിക്കാൻ നിൽക്കണ്ട, ഈ ടാസ്ക് ഇതോടെ തീർന്നില്ലേ, നാളെ മുതൽ ഇല്ലാലോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ദേഷ്യം വന്നിട്ട് മറ്റേ ഞങ്ങൾ റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് ഡ്രസ്സൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓണിയൽ ഇങ്ങനെ ചെയ്തപ്പോൾ ആര്യൻ നല്ല രീതിയിൽ തന്നെ പേടിച്ചു. ഞാനല്ല, അവളാണെന്നൊക്കെ പറയണ്ട. അപ്പോൾ ഓണിയൽ പറയേണ്ട, അവളാണെങ്കിലും ഞാൻ നിന്നേ പറയുള്ളൂ, നിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ആര്യൻ നല്ല പേടിച്ചിട്ട് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. അതിന് ശേഷം പിന്നെ കാണിച്ചതാണ് നൈറ്റ് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം എല്ലാവരെയും കൊണ്ടും കണ്ണാന്തുമ്പി പോരാമോ പാട്ട് എല്ലാവരെയും കൊണ്ടും ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത്. ഓരോരുത്തരും പല സമയമായിട്ട് പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് പിന്നെ ജിസേലിനും ആര്യനും ഫസ്റ്റ് ടാസ്ക് കൊടുത്തല്ലോ, ആര്യനും അനുമോളും തമ്മിൽ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കണ പോലെ വേണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിസേലിനോട് പറയണം, നീ വയ്യാത്ത പോലെ അഭിനയിക്കണം, ഞാൻ പോയി അനുമോളിനെ വിളിച്ചുകൊണ്ട് വരാം, എന്നിട്ട് ഒരു പ്രാങ്ക് ചെയ്യണ പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇപ്പോൾ ടാസ്ക് ആണെന്ന് പറയുന്നില്ല, പ്രാങ്കായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറയണം. എന്നിട്ട് ആക്ടിവിറ്റി റൂമിൽ കിടക്കുന്ന അനുമോളിനെയും ബെഡ്റൂമിൽ കിടക്കുന്ന ആര്യനെയൊക്കെ വിളിച്ചിട്ട് വരുന്നുണ്ട്. ജിസേലിന് തീരെ വയ്യ. അപ്പം ജിസേൽ പറയുന്നുണ്ട്, ഇല്ല ഞാൻ അവരോട് ഇന്ന് പിണങ്ങിയിരിക്കണം, അവരൊന്നും പറ്റില്ല പറയുമ്പോൾ, ഇല്ല അത് നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയണേ ജിസേലിന് വയ്യാന്നൊക്കെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും വരുന്നുണ്ട്. വന്നെടുത്ത് ക്യാമറയുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് നിന്നോളൂ, തോളത്ത് കൈയിട്ട് നിന്ന് ഫോട്ടോ എടുക്കണ പോലെ എന്നാണ് പറഞ്ഞത്. പക്ഷെ തോളത്തൊന്നും കൈയിട്ടിട്ടില്ല, ഇങ്ങനെ പിടിച്ച പോലെ ഇങ്ങനെ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഇതോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പം ഇന്ന് രാവിലെയും ഈ ഷാനവാസിനെ ചൊറിയാൻ നോക്കാന്നല്ലാണ്ട് ഇത്ര നേരമായിട്ട് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണം. കമൻറ്റും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്.